എടുക്കുമ്പം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റ്സ് അല്ലെങ്കിൽ കൊഴുപ്പുകൾ എന്തൊക്കെയാണ്. അതിൽ മെയിൻ ആയിട്ട് അവക്കാഡോ, അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബറും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്തി ഫാറ്റ്സും ഉണ്ട്. ഇത് സ്ത്രീകളുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു, ഹൃദയത്തിന്റെ ആ ഒരു ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസിലും സീഡ് ഐറ്റംസിലും ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് ബ്രസീൽ നട്ട്, വാൽനട്ട്, ബദാം പോലത്തെ ഇത്തരം സീഡ്സിലൊക്കെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നതാണ് കോക്കനട്ട് ഓയിൽ. ഇതിന്റെ അകത്ത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു വെയിറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ അകത്ത് കലോറിന്റെ അളവ് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഗ്ലൂക്കോസ് ലെവലിനെ കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ മത്സ്യങ്ങളിൽ, അതായത് അയല, മത്തി, നെത്തോലി പോലത്തെ ഇത്തരം ചെറിയ മത്സ്യങ്ങളിലും ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. സോ ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.